I think I found it now. What I've been looking for. Isn't it beautiful? It's got my head all up in the clouds. I think I found it now. Everything I want might be a miracle. No, I'm never coming down. I don't gotta worry about a single thing. ഫസ്റ്റ് ഫ്ലൈറ്റ് അമ്മറിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും എല്ലാം ആദ്യത്തേത്. എൻ്റെ വയറ്റിൽ നിന്ന് ബുളുളൊക്കെ വരുന്നുണ്ട്, പക്ഷേ എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്നൊരു സീനായിരുന്നു, നല്ലോണം ഡ്രസ്സപ്പൊക്കെ ചെയ്ത് എയർപോർട്ടിൽ വരുന്നതൊക്കെ. അപ്പോൾ വി ആർ ഫ്ലൈയിങ് ഇൻ ദ മിഡിൽ ഓഫ് ഓൾ ദ chaos. പക്ഷേ ഐ വിൽ ബി ഷോയിങ് ഹൗ അവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി വെൻറ്റ്. ബൈ. പക്ഷേ ഇത് മെയിൻ ലൈനാണെന്ന് തോന്നുന്നു. മറ്റേ വിശന്ന് വലങ്ങി ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വന്ന് 500 രൂപ കൊടുത്തൊരു ബർഗർ കഴിക്കേണ്ടി വന്നു. പക്ഷേ വയറിങ്ങനെ ഗുളുഗുളു ആവുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്, എൻ്റെ കാനറ ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡിൽ എനിക്ക് ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം കയറാൻ പറ്റില്ല, അവരാണ് കയറാൻ പറ്റില്ല, പക്ഷെ എനിക്കുണ്ടായിരുന്നു. അടുത്ത ആളെ നോക്കാം. ഒരു 3:45 ഒക്കെ ആകുമ്പോൾ വിളിക്കും. ഞങ്ങൾ ആ ഒരു ടൈം ആകുമ്പോൾ കയറാമെന്ന പ്ലാനിലാണ് നിൽക്കുന്നത്. അവരുടെ വാഷ്റൂമിൽ പോയി. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഒരു ഫ്ലൈറ്റ് എന്തൂസിയാസ്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് അങ്ങനെ പറയുന്നത് ഇച്ചിരി കളറായിരുന്നു. പക്ഷെ എന്നാലും ഫ്ലൈറ്റ് റഡാർ 24ൻ്റെ ബിഗ് ഫാനാണ്. പക്ഷെ വഴി കൂടെ ഏതെങ്കിലും ഫ്ലൈറ്റ് ആപ്പ് എടുത്ത് ഞാൻ നോക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കും. അത് ഒഫൻഡഡ് ആവുമോ എനിക്കറിയില്ല. പക്ഷെ സുജിത്തൊക്കെ വ്ളോഗ്സ് ഞാൻ കണ്ടു തുടങ്ങിയത് ഫ്ലൈറ്റ് റിവ്യൂ വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. പിന്നെ ഞാൻ അങ്ങനെ ബാക്കി എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. പുള്ളി അടിപൊളിയാണ്, അതല്ല. പക്ഷെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഫീൽഡ് ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ കണക്റ്റ് ആവുക. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങി. എനിക്ക് ഫ്ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് എയർപോർട്ട് കുറച്ച് ദൂരെ, പക്ഷെ എന്നാലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാലിൻ്റെ പണ്ടത്തെ എയർപോർട്ടുണ്ട്, പണ്ടത്തെ മെയിൻ എയർപോർട്ട്. അത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഏത് പ്രൈവറ്റ് ജെറ്റ്സോ എന്ത് വന്നാലും ഞാൻ പുറത്ത് പോയിന്ന് ഏതാൻ തപ്പും. പിന്നെ പാതിരാത്രികളിലും കൊതുകടിയൊക്കെ കൊണ്ടും ഞാനത് നോക്കുമായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അല്ലേ മകൻ? ഭയങ്കര തിരക്കല്ലോ. Come forward for boarding at gate 4. All other passengers are kindly requested to remain seated for the moment. Please have... ഓക്കെ, ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. വി ആർ അബൌട്ട് ടു ബോർഡ്. ഗേറ്റ് 4 ആയിരുന്നു. നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലൈറ്റാണ് ഖത്തർ എയർവേസ്. എൻ്റെ ഒരു വലിയ വിമാനം കിടക്കുന്നുണ്ട്. സോ ഹാപ്പി സീയിങ് ദാറ്റ്. എൻ്റെ ലൈഫിലെ കോർ മെമ്മറിയാണിത്. ഞാൻ ഫസ്റ്റ് ടൈം വിമാനത്തിൽ കാലെടുത്ത് വെക്കുന്നത്. എനിക്കെൻ്റെ എമിറേറ്റ്സിന് കാണാൻ പറ്റില്ല ഖത്തറിനെയൊക്കെ കണ്ട പോലെ, പക്ഷേ ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ സീറ്റ് കണ്ടുപിടിച്ചു, ബാഗൊക്കെ വെച്ചു, സെറ്റിൽ ഡൗൺ ആയി. ഈ എമിറേറ്റ്സിൻ്റെ ഐസ് ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ഐസിലൊക്കെ നോക്കി കളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ മരണം എക്സൈറ്റഡ് ആണ്. സെയിം ടൈം പുറകിരിക്കുന്നവരെ കിട്ടരുത് എന്ന് എനിക്കുണ്ട്.
അങ്ങനെ ഞാൻ പേടിച്ചു എക്സൈറ്റഡ് ആയിട്ടും ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ഓവർ പാനിക്കാകാൻ തുടങ്ങിയപ്പോൾ അമർ എന്നോട് പറഞ്ഞു, എൻ്റെ ലൈഫിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റാണിത്, ഏതൊരു നിനക്ക് പേടിക്കാം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാമെന്ന്. പക്ഷേ ആ സമയത്തും ആ മോട്ടിവേഷനൊന്നും എൻ്റെ തലയിൽ പോയില്ല. പക്ഷേ ദ തിങ് ഇസ് അവർ സേഫ്റ്റി ഡെമോൺസ്ട്രേഷനും പുഷ് ബാക്കും ഒക്കെ ഒരുമിച്ചായിരുന്നു ചെയ്തത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി പോയതുകൊണ്ട് അത്ര ഒരു പേടി ഉണ്ടായില്ല. പിന്നെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ പേടി വന്നു. പക്ഷേ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വെളുപ്പിനല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ നിറച്ച് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യണം എന്നൊരു സാധനം വന്നുകൊണ്ട് പേടി എന്നുള്ളൊരു ഫാക്ടർ കുറച്ച് കുറഞ്ഞു. എന്നാലും ഞാൻ നല്ല പേടിച്ചായിരിക്കുന്നത് ഈ വീഡിയോയിലുണ്ടത്. അങ്ങനെ ടേക്ക് ഓഫ് ടൈമായി. ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. എനിക്കതുകൊണ്ട് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ല എന്താ എടുക്കും. സ്പീഡ് കൂടിയാ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഭയങ്കര അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ പേടിച്ച പോലൊന്നും ഉണ്ടായില്ല, ഭയങ്കര സ്മൂത്തായിരുന്നു. ഞാൻ വീഡിയോസിൽ കണ്ടും ഓവർ തിങ്ക് ചെയ്ത് വെച്ചതിനേക്കാളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. അങ്ങനെ മെനു ഒക്കെ തന്നു. ആ സമയം കൊണ്ട് ഞാൻ മെൻ്റലി ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ ഉറങ്ങാൻ പോകണം, ഇനി എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ പിന്നെ പുറത്ത് കാഴ്ച കാണാൻ നോക്കി. പക്ഷെ ഭയങ്കര ഇട്ടായിരുന്നു, ഒരു ഉണ്ടയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എമിറേറ്റ്സിൻ്റെ എസ്തെറ്റിക്സൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് എമിറേറ്റ്സിൻ്റെ ഐക്കണിക് തിങ്ങായ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഒരു കുട്ടി ഉണ്ടായി നമ്മുടെ ഇവിടെ. അപ്പോഴത്തേന് ആ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരപ്പോൾ തന്നെ എടുത്തു തന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്കൊരു ഫോട്ടോഗ്രാഫിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റി. അത് എമിറേറ്റ്സിൻ്റെ ഒരു കാർഡിലിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ട് അവർ തന്നു. എന്നുവെച്ചാൽ രണ്ടുപേരെയും കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു. കോർ മെമ്മറിയുടെ കൂട്ടത്തിൽ ഒരു ഫിസിക്കലായ സാധനം കൂടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അതും എമിറേറ്റ്സിൻ്റെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണല്ലോ എമിറേറ്റ്സിലേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. നമുക്ക് സംഭവം അത് ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ പറ്റി. എന്തോ മിഡിൽ ഈസ്റ്റിലെ സിറ്റുവേഷൻസൊക്കെ കാരണം ഫ്ലൈറ്റ്സ് പൊതുവെ കുറവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എമിറേറ്റ്സ് എടുക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇത്രയും ഒരു സ്ട്രഗിൾസിൻ്റെയൊക്കെ സമയത്ത് പോലും നമുക്ക് ജേണി ഭയങ്കര മെമ്മറബിളായി, ഭയങ്കര സ്പെഷ്യലായി, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫുഡൊക്കെ സെർവ് ചെയ്യാറായപ്പോൾ നമ്മളാണ് എന്നെ പെട്ടെന്ന് തിരിച്ചിട്ട് ഒരു കാര്യം കാണിച്ചു. മേഘത്തിനിടയിൽ ഇടിവെട്ടുന്നു, മിന്നലടിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുമെന്ന് വിചാരിച്ചാണ് ആശ എന്നെ കാണിച്ചു തന്നത്. പക്ഷേ ഒന്ന് കാമായിരുന്നു, ഞാൻ പെട്ടെന്ന് വീണ്ടും സ്ട്രെസ്സായി. അപ്പോഴാണ് അവരുടെ പറഞ്ഞില്ല എൻ്റെ താഴെയല്ല നടക്കുന്നത്, നമുക്കൊന്നും പറ്റില്ല, പേടിക്കണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് കാം ഡൗൺ ആയി. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് സെർവ് ചെയ്തു. മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നോൺ വെജ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഈ ഫ്ലൈറ്റിലെ ഫുഡ് അത്യാവശ്യം ഫാൻസി ആണല്ലോ. ഞാൻ ഈ ഫാൻസി ഫുഡിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഫാനാണ്. ഞാൻ ഭയങ്കര ഫുഡിയല്ല, പക്ഷെ ഞാനൊരു ഫാൻസി സാധനങ്ങളുടെ അത്യാവശ്യം ഫാനാണ്. അങ്ങനെ ഫസ്റ്റ് ഒരു ജ്യൂസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാംഗോ ജ്യൂസും നമ്മളൊരു ആപ്പിൾ ജ്യൂസാണ് പറഞ്ഞത്. ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ് കുടിക്കില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്ന കേൾക്കാം ബണ്ണും ബട്ടറും ഫ്ലൈറ്റിൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വിചാരിക്കും താഴെ ഇല്ലാത്ത ടേസ്റ്റ് എന്താ മുകളിൽ ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ ഭയങ്കര ഫ്രൂട്ടി കിട്ട നല്ല ബണ്ണും പിന്നെ അമൂലിൻ്റെ ബട്ടറുമായിട്ട് ഞാൻ ആദ്യമേ അതാണ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോൾട്ടഡ് ബട്ടർ ആയിരുന്നു. ഭയങ്കര എന്നുവെച്ചാൽ മേ ബി അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം ആ ബണ്ണിൻ്റെ. ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബണ്ണിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനായിരിക്കും ജാമും ഉണ്ടായി, പക്ഷേ ഞാനത് കണ്ടില്ല. അങ്ങനെ ബണ്ണി മാമിൻ്റെ ജാമും അവിടെ വെച്ചു. പിന്നെ ഞാൻ സ്റ്റാർബക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജാമായിട്ട് കൊടുത്തിരുന്ന ഈ ബ്രാൻഡിൻ്റെ ജാമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ജാം. പക്ഷെ എന്നിട്ടും ഞാനത് കഴിക്കാൻ മറന്നുപോയി. ഇതൊക്കെയാണ് വേറെ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. മെയിൻ കോഴ്സായിട്ട് വന്നത് ഓംലെറ്റും ആലു പറാത്ത പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു, ഭയങ്കര സ്മെല്ലായിരുന്നു. പക്ഷേ ഞാനൊരു എഗ് ഫാൻ അല്ലാത്തത് കൊണ്ട് ഞാനധികം കഴിച്ചില്ല. ആൻഡ് ഞാൻ ജാം മറന്നു പോയതുകൊണ്ട് ഞാൻ അമറിന് ജാമും ബട്ടറും ബണ്ണും കൂടെ ട്രൈ ചെയ്യിപ്പിച്ചു. അമറിനും ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം സോഫ്റ്റ്, ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ബ്രെഡിൻ്റെ ഫീൽ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. മെയിൻ കോഴ്സ് ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയും തോന്നി, കാരണം ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു യോഗട്ടും ആപ്രിക്കോട്ടും കൂടെയുള്ള യോഗട്ട്, അതായത് ഫ്രഷ് ആപ്രിക്കോട്ടിൻ്റെ പ്യൂരി മുകളിലിട്ടിട്ടുള്ള ഒരു യോഗട്ട്. പക്ഷെ അത് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. നമ്മൾ ഈ ഫ്ലേവേർഡ് കഴിച്ചവർക്ക് അതങ്ങനെ ദഹിക്കാൻ പാടാണല്ലോ, അതുകൊണ്ട് അത് കഴിച്ചില്ല. പിന്നെ ഒരു ഖീർ ഉണ്ടായിരുന്നു പിസ്തയൊക്കെ മുകളിലിട്ട്, അത്
ഇച്ചിരി കഴിച്ചു ആൻഡ് ഒരുറക്കം പാസ്സായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ സൺറൈസിൻ്റെ റേസൊക്കെ കാണാൻ തുടങ്ങി. ഫ്ലൈറ്റിൽ ഇരുന്ന് കാണുന്ന ഫസ്റ്റ് സൺറൈസ് ആയിരുന്നു. ആ സമയത്തിന് നമ്മൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റ് സെക്ടറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എവിടെയാണ് ബാഗ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു ഗ്രേഡിയൻസ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഫ്ലൈറ്റിൽ നോക്കിയപ്പോൾ ഇൻഫർടൈൻമെൻറ്റിൽ നോക്കിയപ്പോൾ മസ്കറ്റ് എന്നൊന്നാണ് എഴുതി കാണിച്ചത്. ഐ എം നോട്ട് ഷുവർ, അതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ നോക്കുമ്പോൾ നല്ലൊരു പാതി ചന്ദ്രനൊക്കെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു റിസോർട്ട് സംതിങ്. ഭയങ്കര ഫാസിനേറ്റിംഗ് ആണല്ലോ ഇങ്ങനെ കാണുന്ന സംഭവമൊക്കെ. അങ്ങനെ നമ്മൾ പയ്യെ ടച്ച് ഡൗൺ ചെയ്യാൻ പോവാണ്. ടേക്ക് ഓഫിന് എന്നെ പേടിപ്പിക്കാൻ ഞാൻ പറയട്ടെ. ടച്ച് ഡൗണിൻ്റെ സമയത്ത് പറഞ്ഞു ചിലപ്പോൾ നിനക്ക് പേടിയാവും, ടൈം ലാപ്സ് വല്ലതും എടുത്തുകൊണ്ടിരുന്നു, അപ്പോൾ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാമല്ലോ എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്ക് ടേക്ക് ഓഫ് കുഴപ്പമുണ്ടായിരുന്നില്ല, ടച്ച് ഡൗണും കുഴപ്പമുണ്ടായിരുന്നില്ല. മേ ബി എമിറേറ്റ്സ് പോലുള്ളൊരു എയർലൈൻ്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കാം, എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു. അങ്ങനെ നമ്മൾ ദുബായിൽ കാലുകുത്തി. ഇതുവരെ നോർത്ത് ഇന്ത്യയിൽ പോലും പോയിട്ടില്ല, സൗത്ത് ഇന്ത്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എടുത്ത് ദുബായ് പോലൊരു സ്ഥലത്തെത്തി. അതും ആസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിത്ത് മൈ ഹസ്ബൻഡ്. ഭയങ്കര സ്പെഷ്യലാണ് ടച്ച് ഡൗൺ. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ബാക്കി ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു. നമ്മൾ വിമാനത്തിൽ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ്. ആൻഡ് ആ സമയത്ത് നമ്മൾ താഴെയുള്ള ക്യാമിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഹോൾ ഹാർട്ടഡ്ലി നല്ല റിവ്യൂസൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എമിറേറ്റ്സിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമില്ലേ. നമ്മൾ എമിറേറ്റ്സ് പോലുള്ള ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. ആൻഡ് പിന്നെയാണ് അറിഞ്ഞത് ദുബായിയുടെ ആണ് എമിറേറ്റ്സ്, ടെർമിനൽ 3 എമിറേറ്റ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് എന്നൊക്കെ. പക്ഷേ ഫുൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടന്നിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ പയ്യെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആൻഡ് ആദ്യമേ എക്കണോമിക് ക്ലാസ് ആയിരുന്നു, മേ ബി പ്രീമിയം എക്കണോമി ഇത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ബിസിനസ് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ കുറേ പടിയെടുത്തിട്ട് ബിസിനസ് ക്ലാസ്സിലൊക്കെ പോകണമെന്ന് തോന്നി. ആൻഡ് ഇതാണ് നമ്മൾ വന്ന ജെയിൻസ് എമിറേറ്റ്സ് EK533. കൊച്ചിയിൽ നിന്ന് 4:45 ഫ്ലൈറ്റാണ്. അത് കഴിഞ്ഞ് 12 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആൻഡ് നമ്മളങ്ങനെ ബെൽറ്റിൻ്റെ അടുത്ത് വന്നു. നമ്മുടെ 3-4 കുട്ടിയൊക്കെ കളക്ട് ചെയ്തു. മീൻ ടൈം ബ്രദർ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ ഇവിടെ നിയർ ബൈ ആണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കാറിലെത്തി. നമ്മൾ വന്ന എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് റൂമിലേക്ക് പോയി. ഇനി നമ്മുടെ റൂം ഹണ്ടിങ്ങും കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പോക്കും അങ്ങനെയുള്ള അമ്രാൻ്റെ ജോബ് ഹണ്ടിങ്ങും ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അങ്ങനെ ഹാപ്പിലി എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓൾ താങ്ക്സ് ടു എമിറേറ്റ്സ്. ബിക്കോസ് എമിറേറ്റ്സ് ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം അതെനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതും ലാസ്റ്റ് മിനിറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ഒന്നും ആവാതെ ഞാൻ പ്രോപ്പറായിട്ട് ഇവിടെ എത്തിയത്.